ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഴയ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഒരു വളരെ സാധാരണമായ കുടുംബത്തിൽ ജനിച്ചതിനെ കുറച്ച് ശേഷം തന്നെ മാതാവ് മരിച്ചുപോയി. പക്ഷെ മിടുമിടുക്കനായ ഈ കുട്ടി പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കുന്നു. അതിനുശേഷം കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ പഠിക്കുന്നു. അവിടെ ഏറ്റവും ഉയർന്ന മാർക്കോടെ ഗോൾഡ് മെഡലിസ്റ്റായി മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായി പുറത്തു വരുന്നു. അതിനുശേഷം തൻ്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നു. അവിടെ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ എത്തുന്നു. അപ്പോൾ പലപ്പോഴും ഇത്രയും സാധാരണമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ്, ഒരു എളിയ സാഹചര്യത്തിൽ നിന്നാണ് മൻമോഹൻ സിംഗിന്റെ വരവ്. അതിൽ നിന്നാണ് ഇത്രയധികം വൈവിധ്യമാർന്ന ഒരു പോർട്ട്ഫോളിയോ, ഒരു പ്രൊഫൈൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതെന്ന കാര്യം പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സാധാരണ കുടുംബത്തിൽ പിറന്ന മൻമോഹൻ സിംഗ്, ചെറുപ്പത്തിൽ തന്നെ മാതാവ് നഷ്ടമായ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെ സംരക്ഷണയിലായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അധികം ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം ഇക്കാര്യങ്ങളൊന്നും പുറം ലോകത്തോട് അധികം പറഞ്ഞിട്ടുമില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു സാധാരണക്കാരന് പോലും ഏതു പദവിയിലും എത്തിച്ചേരാം, എത്ര മികവിലും എത്തിച്ചേരാം എന്നതിനൊരു ഉദാഹരണം കൂടിയായിരുന്നില്ലേ മൻമോഹൻ സിംഗിന്റെ ജീവിതം? തീർച്ചയായും അത്തരമൊരു ഉദാഹരണം തന്നെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ സംബന്ധിച്ച് അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ എവിടേക്കും ഒരു അഭിമുഖത്തിൽ പോലും അത്തരത്തിൽ കാര്യങ്ങൾ പങ്കുവച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. കാരണം ആ നിലയിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തൂടെ കടന്നു വന്നതാണ്. നമുക്കറിയാം, ഒരു സാധാരണക്കാരന് ഇന്ത്യയുടെ ഒരു സുപ്രധാന പദവികളിലേക്ക് എത്താൻ പറ്റും എന്നതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. പല ഘട്ടങ്ങളിലും അദ്ദേഹം പലപ്പോഴും അതിലെ ഉള്ളിലേക്ക് കടക്കാതെ തന്നെ ആ ഒരു നിലയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു. നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ 1970 മുതൽ ഇന്ത്യയുടെ വിവിധ തലങ്ങളിൽ സാമ്പത്തിക രംഗത്തടക്കം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 7 പ്രധാനമന്ത്രിമാരുടെ ഭരണകാലത്താണ് അദ്ദേഹത്തിന്റെ നിർണായക പദവികൾ അദ്ദേഹം ഡൽഹിയിൽ വഹിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള പദവികളിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടിരുന്നു. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക്, അതും 10 വർഷം തുടർച്ചയായി 2 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്കും എത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനായ ആള്, പ്രത്യേകിച്ചും ഒരു സാമ്പത്തിക വിദഗ്ധൻ ഏത് നിലയിലാണോ ഇന്ത്യയുടെ ഈ ഒരു ഉയർന്ന പദവിയിലേക്ക് എത്തുന്നത്, അതിനെല്ലാം തന്നെ അപ്പോഴും ഒരു സൗമ്യനായ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ പല ഘട്ടങ്ങളും ഉണ്ടായത്. പല പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും പല നിർണായക തീരുമാനങ്ങൾ സ്വീകരിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മുതൽ സാധാരണക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശത്തിനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വരെ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് അടയാളപ്പെടുത്തിയ പല പദ്ധതികൾക്കും പിന്നിൽ ഇദ്ദേഹമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആധാർ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിലും അദ്ദേഹത്തിന്റെ നിർണായക ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഇടപെടൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒന്നാണ്. 2009 പിന്നീട് 2ാം UPA സർക്കാർ അഴിമതിയിൽ കുളിച്ചപ്പോൾ പോലും ഒരു അഴിമതിയുടെ കരപുരളാത്ത ഒരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ് മൻമോഹൻ സിംഗിനെ മറ്റ് പ്രതിപക്ഷ നേതാക്കൾ പോലും വിശേഷിപ്പിച്ചിരുന്നത്. ആ നിലയിൽ ഇപ്പോഴും ഒരുപക്ഷെ പിന്നീട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു സൗമ്യനായ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു മൗനി ബാബ എന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷ വിമർശനം ഏറ്റപ്പോഴും ആ ഒരു ശക്തമായ വിമർശനം തന്റെ കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായ ശേഷം പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പല നയങ്ങളുടെയും വിമർശനങ്ങൾ നമ്മൾ കേട്ടതാണ്. നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വിമർശനം നമ്മൾ കേട്ടതാണ്. ആ നിലയിൽ ഒരു സാമ്പത്തിക രംഗത്തേക്ക് ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന പല തീരുമാനങ്ങളെയും കണക്കറ്റ് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ഒരു ചിത്രം നമുക്കെല്ലാം തന്നെ ഓർമ്മയുണ്ടാവും. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം രാജ്യസഭയിൽ എത്തി വോട്ട് ചെയ്യാൻ വരുന്ന ഒരു രംഗം. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ അതെല്ലാം ഓർത്തെടുത്തൊരു പ്രസംഗം നടത്തിയിരുന്നു. രാജ്യത്തിൽ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ എന്നും അത് ഓർക്കപ്പെടും. മാത്രമല്ല, ഒരു MP എന്ന നിലയിൽ തന്റെ കടമ ഈ ഒരു പ്രായത്തിലും നിറവേറ്റാൻ അദ്ദേഹം വീൽ ചെയറിലെത്തി വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്തിയെന്ന ഒരു നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമെല്ലാം തന്നെ ഒരുപക്ഷെ കയ്യടികൾക്കെല്ലാം തന്നെ അത് ഏറെ കയ്യടികൾ നേടിയ ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. അങ്ങനെ എതിർ രാഷ്ട്രീയക്കാർ പോലും എപ്പോഴും ഒരു ബഹുമാനത്തോടുകൂടി മാത്രമേ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഈ വാക്കുകളോടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല നയങ്ങളോടും സ്വീകരിച്ചിരുന്നുള്ളൂ. നമുക്കെല്ലാം പിന്നീട് പല ഘട്ടങ്ങൾ അതെല്ലാം തന്നെ വ്യക്തമായിരുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ താങ്ങാനാവാത്ത ഒരു വിയോഗം ഇന്ന്
എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു മുഴുനീള കോൺഗ്രസ്സുകാരനല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ കൈപിടിച്ച് ഉയർത്തിയത്, കോൺഗ്രസിനെ കൈപിടിച്ച് ഉയർത്തിയത് നരസിംഹറാവുവാണ്. പിന്നീട് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു. താനൊരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ തന്നെയാണ് പലപ്പോഴും പല തീരുമാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. തനിക്കൊരു മുഴുനീള രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല, പക്ഷേ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ തന്റെ ഇടപെടലുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ഇന്നലെ കെ സി വേണുഗോപാൽ അടക്കം പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പുത്രന്റെ വിയോഗം നമുക്ക് സ്വാഭാവികമായിട്ടും താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം എന്ന നിലയിൽ തന്നെയാണ് ആ ഒരു നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം കോൺഗ്രസിനപ്പുറമുള്ള നേതാക്കൾ എല്ലാം തന്നെ ഒന്നടങ്കം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ നേതാക്കളുടെ എല്ലാം തന്നെ ഒരു ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കറിയാം, അവസാനമായി മൻമോഹൻ സിംഗിനെ ഒരു നോക്ക് കാണാനായി ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഇന്നലെ അടക്കം നമ്മളത് കണ്ടിരുന്നു. എയിംസ് ആശുപത്രിക്ക് മുമ്പാകെ തന്നെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ, ഡൽഹിക്ക് പുറത്തുനിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ പോലും ഈ ഒരു വിയോഗ വാർത്ത അറിഞ്ഞ് എയിംസിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. കണ്ണീരടിഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഈ വിയോഗ വാർത്തയെല്ലാം തന്നെ കേട്ടറിഞ്ഞത്. ബലഗാവിലുള്ള കോൺഗ്രസിന്റെ യോഗം അത് മാറ്റിവെച്ചുകൊണ്ട് നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സർക്കാർ ഓഫീസുകളുടെ പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും അദ്ദേഹത്തിന്റെ രാജ്യം വിട നൽകുക. എന്തായാലും നാളെയാകും സംസ്കാര ചടങ്ങുണ്ടാകുക. അതിന് മുന്നോടിയുള്ള പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ സമയക്രമം സംബന്ധിച്ച് ഇന്നൊരു തീരുമാനമുണ്ടാകും. രാവിലെ നേതാക്കൾ എത്തിയതിനു ശേഷം, കോൺഗ്രസ് നേതാക്കൾ എത്തിയ ശേഷമാകും അതിലൊരു തീരുമാനമുണ്ടാകുക. എത്ര മണിക്കാകും AICC ഓഫീസിൽ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും. അതിന് മുന്നോടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് കേന്ദ്ര മന്ത്രിമാർ ഇവിടേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കും. അതിനുള്ള നടപടികൾ എന്തായാലും ഇപ്പോൾ ഡൽഹിയിലെ ഈ 3 ജൻപത്തിൽ അത് സ്വീകരിച്ചു വരുന്നുണ്ട്. എന്തായാലും 92-ാം വയസ്സിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്നലെയാണ് ഡൽഹി എയിംസ് ആശുപത്രിയിൽ വെച്ച് വിടവാങ്ങിയത്. വൈകിട്ട് നമുക്കറിയാം, രാത്രി ഏതാണ്ട് 8 മണിയോട് തന്നെ അദ്ദേഹം വസതിയിൽ കുഴിഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചു. ഏതാണ്ട് 9:51 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നാണ് എയിംസ് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു നിലയിൽ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളടക്കം, പ്രത്യേകിച്ചും നമുക്കറിയാം അദ്ദേഹം ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പോലും പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അപ്പോഴും എയിംസ് ആശുപത്രിയിൽ പല ഘട്ടങ്ങളിൽ അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം ഒരു തിരിച്ചുവരവ് നമ്മളെല്ലാം കണ്ടിരുന്നു. അതേ നിലയിലുള്ള തിരിച്ചുവരവ് ഇന്നലെയും ഉണ്ടാവുമെന്ന പ്രതീക്ഷയായിരുന്നു നമ്മളെല്ലാം വെച്ചുപുലർന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഈ 92-ാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. 33 വർഷം ഇന്ത്യയുടെ രാജ്യസഭയിൽ ഒരു ശക്തമായ സാന്നിധ്യമായി അദ്ദേഹം നിലകൊണ്ടു. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ, കേന്ദ്ര സർക്കാരിന്റെ വിമർശനങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ അസമിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും 33 വർഷം ഇന്ത്യയുടെ രാജ്യസഭ അംഗം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ലോക്സഭയിലേക്ക് ഒരു തവണ മത്സരിച്ചെങ്കിൽ പോലും അദ്ദേഹം പരാജയപ്പെടുന്ന നിലയിലായിരുന്നു. എന്തായാലും ലോക്സഭാംഗമായി അദ്ദേഹം പാർലമെന്റിലെത്തിയില്ല. നേരെ മറിച്ച് രാജ്യസഭാംഗം എന്ന നിലയിൽ 33 വർഷം, 3 പതിറ്റാണ്ടിലധികം അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് നമ്മൾ കണ്ടതാണ്. ആ ഇന്നിംഗ്സിൽ നിർണായകമായി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ഇന്ത്യയുടെ സമസ്ത മേഖലയിലും മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പ് നമുക്ക് എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2014 ശേഷം മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് പല വിമർശനങ്ങളെല്ലാം തന്നെ നേതാക്കളടക്കം ഉന്നയിക്കുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ഭരണകാലത്തെ താരതമ്യം ചെയ്യാൻ പറ്റാത്ത നിലയിൽ തന്നെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഉണ്ടായിരുന്ന കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തിക വിദഗ്ധരടക്കം അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം, 2016 കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഏറ്റവും ശക്തമായ തീരുമാനങ്ങളിലൊന്നായിരുന്നു നോട്ട് നിരോധനം. അതിനെ ആ ഒരു നോട്ട് നിരോധനമടക്കമുള്ള തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ട് പല കോണിൽ നിന്നും ആളുകൾ എത്തിയെങ്കിലും അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് രംഗത്ത് വന്നിരുന്നു. പിന്നീട് അത് കാലം തെളിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു വലിയ പരാജയമാണ് നോട്ട് നിരോധനം എന്നത് പിന്നീട് കാലം തെളിയിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളടക്കം ഈ മൻമോഹൻ സിംഗിന്റെ പ്രതികരണം ചൂണ്ടിക്കാട്ടി പല ഘട്ടങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം. ഏതായാലും GST അടക്കമുള്ള കാര്യങ്ങളിലും ഇതേ അഭിപ്രായങ്ങൾ പിന്നീട് മൻമോഹൻ സിംഗിന്റെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി കോൺഗ്രസ് അതൊരു തെറ്റായ തീരുമാനമെന്ന് നമുക്ക് പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ കേട്ടിരുന്നു. എന്തായാലും പാർലമെന്റിലടക്കം പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതിനുശേഷം 2024 ഏപ്രിലാണ്, അതായത് ഈ വർഷം ഏപ്രിലാണ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി ഇന്നിംഗ്സ് അവസാനിക്കുന്നത്. പിന്നീട് പൂർണ്ണമായും വിശ്രമത്തിലായിരുന്നു അദ്ദേഹം പോയിരുന്നത്. പൂർണ്ണമായും വിശ്രമത്തിൽ പോകുമ്പോഴും പല ഘട്ടങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മോശമായി തുടർന്ന് അദ്ദേഹം എയിംസിൽ ചികിത്സ തേടിയിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി 9:51 തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിയോഗ വാർത്ത നമ്മളെ തേടിയെത്തി. അത് താങ്ങാനാവാതെ നിരവധി പേരാണ് ഡൽഹി എയിംസിലും അതോടൊപ്പം തന്നെ 3 ജൻപത്തിലും എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നേതാക്കൾ ഇവിടേക്ക് എത്തി അനുശോചനം അറിയിക്കും. രാവിലെ 8 മണിയോട് തന്നെ പ്രധാനമന്ത്രി എത്തുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെത്തും. പൊതുദർശനം സംബന്ധിച്ച കാര്യങ്ങളിലും ഒരു തീരുമാനം ഉടനുണ്ടാവുമെന്ന് എന്ന് തന്നെയാണ് ക്രിസ്റ്റീന പ്രതീക്ഷിക്കുന്നത്.
ഇതിനൊപ്പം തന്നെ ഇന്ത്യയിൽ മാത്രം അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നില്ല ഡോക്ടർ മൻമോഹൻ സിംഗ്. അത് ആഗോളതലത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു സമ്പദ്വ്യവസ്ഥ അത് അതിൻ്റെ ബാലാരിഷ്ടതകളിൽ കഴിയുമ്പോൾ നവസാമ്പത്തിക നയം പോലെ ഒന്ന് ഇന്ത്യയിൽ പരീക്ഷിക്കാമോ എന്ന് ചോദിച്ചവർക്ക് കൃത്യമായ ഉത്തരം നൽകി. അതിനുശേഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, ഇന്ത്യയിലെ തൊഴിൽ സൃഷ്ടി, ഇന്ത്യ ഏത് രീതിയിലാണ് ലോക സമ്പദ്വ്യവസ്ഥയുടെ നെറുകയിലേക്ക് കുതിച്ചുയർന്നത്, അമേരിക്ക അടക്കമുള്ള സമ്പദ്വ്യവസ്ഥ വാണിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇന്ത്യയെ മുന്നിലേക്ക് ഒരു കുതിപ്പിനു വേണ്ടി എങ്ങനെ മൻമോഹൻ സിംഗ് തയ്യാറാക്കിയെന്നത് വിദേശത്ത് പോലും പഠന വിധേയമായിട്ടുള്ള വിഷയങ്ങളാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ചർച്ച ചെയ്യാത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞരില്ല എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ഡോക്ടറൽ സ്റ്റഡീസിന് എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ സെയിൻറ്റ് ജോൺസ് യൂണിവേഴ്സിറ്റി ഒരു സ്കോളർഷിപ്പും നൽകുന്നുണ്ട്, ഡോക്ടർ മൻമോഹൻ സിംഗ് സ്കോളർഷിപ്പ് എന്ന പേരിൽ. അപ്പോൾ ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ, അദ്ദേഹം ഏത് രീതിയിലാണ് ആഗോള സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പഠന വിഷയമായത്, ഇതൊക്കെയും ഈ സമയത്ത് വിലയിരുത്തപ്പെടുന്നില്ലേ? തീർച്ചയായും മൻമോഹൻ സിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ നയങ്ങളും ദീർഘവീക്ഷണം തന്നെയാണ് എടുത്തു പറയേണ്ടത്. പലപ്പോഴും അദ്ദേഹം ഫ്രഞ്ച് സാമ്പത്തിക വിദഗ്ധനെ സംബന്ധിച്ച് ഏത് അഭിമുഖത്തിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമായിരുന്നു. മാത്രമല്ല 91 അദ്ദേഹം നടത്തിയ ഇന്ത്യയുടെ ബജറ്റ് സാമ്പത്തിക രംഗത്തും വ്യവസായ രംഗത്തും നിർണായക ചലനങ്ങൾ ഉണ്ടാക്കിയ ബജറ്റ് തന്നെയാണ്. എന്തായാലും അത് ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ രാജ്യം എന്തായാലും അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനെ സംബന്ധിച്ചുള്ള സാമ്പത്തിക വിദഗ്ധന്റെ കാര്യങ്ങൾ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ കേട്ടിരുന്നു. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ സംബന്ധിച്ച് ഒരു പഠന വിഷയമായി തന്നെ പല തലങ്ങളിലും നമ്മൾ കേട്ടിരുന്നു. എന്തായാലും പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, കൂടാതെ ഓക്സ്ഫോർഡ് അടക്കമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠനം പൂർത്തിയ ശേഷമാണ് അദ്ദേഹം ഇന്ത്യയുടെ നിർണായക പദവികളിൽ അദ്ദേഹം എത്തിയത്. അതിനുശേഷം പല നയങ്ങളെല്ലാം തന്നെ നമുക്കറിയാം, ഇന്ത്യക്ക് പുറത്തും അത് പല ഘട്ടങ്ങളിലും ചർച്ചാ വിഷയമായ കാര്യമാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നമ്മൾ ദേശീയ മാധ്യമങ്ങളടക്കം പ്രത്യേകിച്ചും ആ ഒരു വിവരങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുമ്പോൾ കണ്ടിരുന്നു. അദ്ദേഹം എന്ന സാമ്പത്തിക വിദഗ്ധന്റെ നയങ്ങൾ ഏത് നിലയിലാണ് ഇന്ത്യയെ സ്വാധീനിച്ചത്, ഏത് നിലയിലാണ് ഈ തീരുമാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത് എന്ന് സംബന്ധിച്ച് ലോകരാജ്യങ്ങളടക്കം പല ഘട്ടങ്ങളിലും ഇദ്ദേഹത്തിന്റെ പേര് ചേർത്ത് വെച്ച് തന്നെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലയിൽ ഒരു പ്രധാനമന്ത്രി എന്നതിലുപരി അദ്ദേഹം എന്ന സാമ്പത്തിക വിദഗ്ധന്റെ ഇടപെടലെല്ലാം സംബന്ധിച്ച് ഒരു സംശയവുമില്ല. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അദ്ദേഹത്തിന്റെ ഇടപെടലിൽ പല ഘട്ടങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്ന പേരുകളാണ്. സാമ്പത്തികമായി ഇന്ത്യ ഏത് നിലയിൽ പ്രതിസന്ധി നേടുന്നു അന്നെല്ലാം മൻമോഹൻ സിംഗ് എന്ന ആ ഒരു പേരിലേക്ക് പല ഘട്ടങ്ങളിലും എത്തിയിരുന്നു. അതെല്ലാം തന്നെ ഒരു പക്ഷേ ഒരു മൻമോഹൻ സിംഗ് എന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയെ രാജ്യം പല ഘട്ടങ്ങളിലും അടയാളപ്പെടുത്തിയ ഒരു കാര്യമാണ്. പിന്നീട് പ്രധാനമന്ത്രി കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടലിലും അത് പദ്ധതികളും എല്ലാം തന്നെ അത് ആ ഒരു പേര് എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മുന്നോട്ടേക്ക് പോയിരുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യം അത് സാമ്പത്തികമായി തന്നെ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടൽ എപ്പോഴും പ്രശംസനീയമായി എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളടക്കം വ്യക്തമാക്കിയത്. നമുക്കറിയാം 2014 ശേഷം സാമ്പത്തികമായി മൻമോഹൻ സിംഗിന്റെ കാലഘട്ടവും പിന്നീട് നരേന്ദ്രമോദിയുടെ കാലഘട്ടവും താരതമ്യം ചെയ്യുമ്പോൾ വലിയ വിമർശനങ്ങൾ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികളടക്കം മുന്നോട്ടേക്കുമ്പോഴും മൻമോഹൻ സിംഗ് എന്ന ദീർഘവീക്ഷണിയായ ഒരു സാമ്പത്തിക വിദഗ്ധനെ സംബന്ധിച്ച് ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. പല പദ്ധതികളും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ഒരുപക്ഷെ ആ ഒരു അദ്ദേഹത്തിന്റെ നയങ്ങളുടെ തുടർച്ച തന്നെയാണ് പിന്നീട് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം വിമർശിക്കുമ്പോഴും മൻമോഹൻ സിംഗ് എന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ നടത്തിയ സാമ്പത്തിക രംഗത്ത് നടത്തിയ ഇടപെടലും നയങ്ങളും അത് പിന്നീട് തുടർച്ചയായി വരുന്ന അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഭരണ നേതാക്കൾ അത് കൊണ്ടുവന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ തന്നെയാണ് രാജ്യത്തെ അദ്ദേഹം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു നിലയിൽ എന്തായാലും ലോകരാഷ്ട്രങ്ങളടക്കം അദ്ദേഹത്തിന്റെ ജൻപഥിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് നിതിൻ അംബുജനാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് മിടുമിടുക്കനായ ഒരു വിദ്യാർത്ഥിയായി, അതിനുശേഷം ഒരു അധ്യാപകനായി, അതിനുശേഷം റിസർവ് ബാങ്ക് ഗവർണർ, UGC ചെയർമാൻ, ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്, ധനമന്ത്രി, പ്രധാനമന്ത്രി എന്ന പദവികളിൽ വരെ എത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകുകയാണ്.